ചൈനയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും പുറം ലോകം അറിയുന്നില്ല. അത്തരത്തിൽ ചൈനയിലെ ജയിലിലെ അവസ്ഥ എന്താണെന്ന് അധികം ആർക്കും അറിയാത്ത കാര്യമാണ്. ചൈനയിൽ 5 വർഷത്തോളം തടവിൽ കഴിഞ്ഞതിന്റെ ആഘാതത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഓസ്ട്രേലിയൻ പൗരനായ മാത്യു റഡാൽജ്. അന്താരാഷ്ട്ര തടവുകാരെ പാർപ്പിക്കുന്ന ബീജിംഗ് നമ്പർ 2 ജയിലിലായിരുന്നു മാത്യു കഴിഞ്ഞിരുന്നത്. മനുഷ്യത്വരഹിതമായ പ്രവർത്തികളാണ് ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും മാത്യുവിന് ഉണ്ടായിരിക്കുന്നത്. അതോർക്കുകയാണ് മാത്യു ഇപ്പോൾ. മൊബൈൽ ഫോൺ സ്ക്രീൻ നന്നാക്കുന്നതിനുള്ള ചെലവിനെ ചൊല്ലി ഇലക്ട്രോണിക് കടകളുമായുള്ള വഴക്ക് മാത്യുവിനെ ജയിലിലെത്തിച്ചത്. താൻ അന്യായമായി ശിക്ഷിക്കപ്പെട്ടതായി ഇയാൾ അവകാശപ്പെടുന്നുണ്ട്. മറ്റൊരു വ്യാജ കവർച്ചാ കേസിൽ കുറ്റം സംബന്ധിച്ച് ഒപ്പിടാൻ തന്നെ നിർബന്ധിച്ചുവെന്നും മാത്യു ആരോപിച്ചു. തുടർന്ന് 5 വർഷത്തോളം തടവ് ശിക്ഷ ലഭിച്ചു. ശാരീരിക പീഡനവും കഠിനമായ നിയമങ്ങളും 2020 ജനുവരി 2-നാണ് മാത്യുവിനെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റിലായതിനു ശേഷം തുടർച്ചയായി 2 ദിവസം മർദ്ദിക്കപ്പെട്ടതായും 48 മണിക്കൂർ ഭക്ഷണമോ വെള്ളമോ തരാതെ ഉറങ്ങാൻ അനുവദിക്കാതെ രേഖകളിൽ ഒപ്പിടാൻ നിർബന്ധിക്കുകയായിരുന്നു മാത്യുവിനെ. ജയിലിലെത്തിയപ്പോൾ ഒരു പ്രത്യേക കേന്ദ്രത്തിൽ ട്രാൻസിഷൻ ഫേസിന് വിധേയമായി. അവിടെ മാത്യു ശാരീരിക പീഡനവും മാനസിക പീഡനവും അനുഭവിച്ചു. ട്രാൻസിഷൻ ഫേസിൽ തടവുകാരെ വളരെ കഠിനമായ നിയമങ്ങൾക്ക് വിധേയരാക്കും. തങ്ങൾക്ക് കുളിക്കുന്നതിനോ ശരീരം വൃത്തിയാക്കുന്നതിനോ മാസങ്ങളോളം വിലക്കുണ്ടായിരുന്നു. ടോയ്ലറ്റിൽ പോലും പ്രത്യേക സമയങ്ങളിൽ മാത്രമേ പോവാൻ അനുവദിക്കുകയുള്ളൂ. അവ വൃത്തിഹീനമായിരിക്കും. മുകളിലുള്ള ടോയ്ലറ്റുകളിൽ നിന്നും മാലിന്യങ്ങൾ നിരന്തരം മേൽ വീഴുമെന്നും മാത്യു വ്യക്തമാക്കി. പിന്നീട് മാത്യുവിനെ സാധാരണ ജയിലിലേക്ക് മാറ്റി. അവിടെ തടവുകാരെ സെല്ലുകളിൽ ഒരുമിച്ച് നിർത്തുകയോ ലൈറ്റുകൾ ഒരിക്കലും അണയ്ക്കാതിരിക്കുകയും ചെയ്തു. ഭക്ഷണം കഴിക്കുന്നത് പോലുള്ള കാര്യങ്ങൾ ആ പരിമിതമായ സ്ഥലത്ത് നടന്നു. ആഫ്രിക്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബ്രിട്ടൻ, US തുടങ്ങിയ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു തടവുകാരിൽ കൂടുതലും. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവരായിരുന്നു പലരും. തടവുകാരെ മാനസിക പീഡനത്തിന് വിധേയരാക്കിയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട സാഹചര്യം പഠിക്കുക, ജയിൽ ഫാക്ടറിയിൽ ജോലി ചെയ്യുക, സഹതടവുകാർ ചെയ്യുന്ന കുറ്റങ്ങളും മറ്റും അറിയുക എന്നിവ ചെയ്താൽ പോയിന്റുകൾ നേടാൻ കഴിയും. 4200 പോയിന്റുകൾ ശേഖരിച്ചാൽ ശിക്ഷ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇങ്ങനെ പോയിന്റുകൾ ശേഖരിക്കുന്നത് എളുപ്പമല്ല. ജയിൽ ഗാർഡുകൾ മനഃപൂർവ്വം ചെറിയ നിയമലംഘനങ്ങൾക്ക് ശിക്ഷ വിധിക്കുകയും അതുവഴി ശേഖരിച്ച പോയിന്റുകൾ അസാധുവാക്കുകയും ചെയ്യുന്ന പ്രവൃത്തിയാണ് അവിടെ നടക്കുന്നത്. ഭക്ഷണം പൂഴ്ത്തിവെക്കുകയോ പങ്കിടുകയോ ചെയ്യുക, ഇടനാഴിയിലൂടെ നടക്കുമ്പോൾ വരിയിൽ നിന്ന് അല്പം തെറ്റുക, കട്ടിലിൽ സോക്സുകൾ തൂക്കിയിടുക, അല്ലെങ്കിൽ ഒരു ജനാലയ്ക്ക് വളരെ അടുത്ത് നിൽക്കുക തുടങ്ങിയവയൊക്കെ നിയമലംഘനമായി കാണുന്നു. ഭക്ഷണം കുറച്ചു നൽകിക്കൊണ്ട് ശിക്ഷ നൽകും. കൂടാതെ വൃത്തികെട്ട വെള്ളത്തിൽ തയ്യാറാക്കുന്ന ക്യാബേജ്, ക്യാരറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ അളവിൽ മാംസം, ബ്രെഡ് എന്നിവ അടങ്ങിയ ഭക്ഷണമായിരിക്കും നൽകുക. അതുമൂലം മിക്ക തടവുകാരും പോഷകാഹാരക്കുറവുള്ളവരായി മാറിയിരുന്നു. കൂടാതെ തടവുകാരെ പച്ചക്കറികൾ വളർത്തുന്ന ഒരു ഫാമിൽ പോയി ജോലി ചെയ്യിപ്പിക്കും. അതും നിർബന്ധിച്ചായിരുന്നു. പക്ഷേ അവ കഴിക്കാൻ അനുവദിക്കില്ല. മോഷ്ടിച്ച ഉൽപ്പന്നങ്ങൾ കൈവശം വെച്ച ഒരാൾക്ക് 8 മാസം വരെ ഏകാന്ത തടവാണ് നൽകിയത്. ഉന്നത ഉദ്യോഗസ്ഥർ ജയിലിൽ സന്ദർശനം നടത്തുന്ന സമയത്ത് മാത്രം പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണം നൽകും. ജയിലിലെ ഭക്ഷണ വിതരണത്തെ ചൊല്ലി തർക്കങ്ങൾ ഉണ്ടായി. ഇതിനിടയിൽ മാത്യു പെട്ടുപോയി. ശിക്ഷയ്ക്കായി 194 ദിവസത്തേക്ക് ഏകാന്ത തടവിലേക്ക് അയക്കുകയും ചെയ്തു. ചെറിയ സെല്ല്, പരിമിതമായ വെളിച്ചം, കുറഞ്ഞ ഭക്ഷണം എന്നിവയായിരുന്നു ഏകാന്ത തടവിൽ അനുഭവിക്കേണ്ടി വന്നത്. അവിടെ വായന സാമഗ്രികൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മോചിതനായ ശേഷം 10 വർഷത്തേക്ക് ചൈനയിലേക്ക് വരരുതെന്ന് മാത്യുവിന് പോലീസ് മുന്നറിയിപ്പ് നൽകി. ഓസ്ട്രേലിയയിൽ എത്തിയ ശേഷം മാത്യു തന്റെ പിതാവിനെ കണ്ടു. പിന്നീട് തന്റെ കാമുകിയെ വിവാഹം കഴിക്കുകയും ചെയ്തു.